മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 84-ാം സങ്കീർത്തനം 12-ാം തിരുവചനം. സങ്കീർത്തകൻ ഹൃദയം തുറന്ന് ഏറ്റുപറയുകയാണ്, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നുവോ അവർ ഭാഗ്യവാന്മാരാണെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. ദൈവാശ്രയ ബോധത്തോടെ എപ്പോഴും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നമുക്ക് ഈ കൃപ വേണ്ടേ? ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ച് നമ്മുടെ കർത്താവിനോട് ചേർന്ന് അവിടുത്തെ സാന്നിധ്യത്തിൽ ജീവിക്കുക, അതിനേക്കാൾ വലിയൊരു നന്മ ഈ ലോക ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാനില്ല. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. ഈ വചനത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ, ഹൃദയത്തിന്റെ വേദനകൾ, നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, വിട്ടുമാറാത്ത കടബാധ്യതകൾ, കുടുംബ കലഹം, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകള്, ആരോഗ്യ പ്രശ്നങ്ങള്, പലവിധ രോഗപീഠകൾ മൂലം കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് വ്യക്തികൾ നമ്മുടെ മധ്യയുണ്ട്. വിട്ടുമാറാത്ത പരാജയങ്ങൾ, അടിക്കടിക്കുണ്ടാകുന്ന ദുരിതങ്ങൾ, ദുരന്തങ്ങൾ എന്നു വേണ്ട വിവിധങ്ങളായ പ്രതിസന്ധികൾ മൂലം വേദനിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ചുറ്റിലും. ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഒരുവനുമായി നമ്മൾ മാറാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതെങ്ങനെ പരിഹരിക്കപ്പെടും, ഈ പ്രശ്നം എങ്ങനെ ഇല്ലാതാകും, എങ്ങനെ കർത്താവെ ഈ കുരുക്കിൽ നിന്ന് എനിക്കൊരു വിമോചനമുണ്ടാകും, നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുകയും ചിലപ്പോഴൊക്കെ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി കർത്താവ് ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും അവിചാരിതമായിട്ടല്ല. നമ്മുടെ കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി, നമ്മളായിരിക്കുന്നിടത്ത് കരം ഉയർത്തി ഒന്നിച്ചേറ്റ് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, വചനമയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. സഹനശക്തിയുടെ ആത്മാവായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പ്രതിസന്ധികളിൽ, സഹനങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, വേദനകളിൽ, കഷ്ടതകളിൽ ആത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആയിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം, കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്ന സമയം, കർത്താവേ സ്തുതിക്കുന്നു. Mighty Lord, Amen. Jesus, കർത്താവേ കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പരിശുദ്ധാത്മാവേ വരണമേ, ആയിരങ്ങളെ അഭിഷേകം ചെയ്യണമേ.
ശക്തീകരിക്കണമേ. ഓ ഹോളി സ്പിരിറ്റ് മൂവ്. അനേക ഹൃദയങ്ങളെ തുറക്കണമേ ആത്മാവേ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മാവേ. ആയിരങ്ങളെ പതിനായിരങ്ങളെ ദൈവവചനത്തിൽ അഭിഷേകം ചെയ്യണമേ. സഹനശക്തിയുടെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മാവേ. റുഹായേ ഹല്ലേലൂയ. റിഖാരാ ബാബാ ബാബാ ഷിയാരി അരി ബാബാ ബാബാ. അനോയിന്റിംഗ്, 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 അനോയിന്റിംഗ്. ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, റുഹായേ, വചനത്തിന്റെ ശക്തിയായി, വചന കൃപയായി, വചന തീയായി ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മാവേ, ആത്മാവേ. ഓരോ കുടുംബത്തിലേക്കും പെയ്തിറങ്ങണമേ, ഓരോ സമൂഹത്തിലേക്കും പെയ്തിറങ്ങണമേ. പതിനായിരങ്ങളിൽ പെയ്തിറങ്ങണമേ. ലോകരാജ്യങ്ങളിൽ, ദേശദേശാന്തരങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ആത്മാവേ പെയ്തിറങ്ങണമേ. അഭിഷേക തീയായി, തീയായി, തീ, തീ, തീ. ആത്മാവിന്റെ തീ പെയ്യട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു മനസ്സോട് ഒന്നിച്ചു വിളിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കെട്ടുകൾ അടിയട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ആത്മാവിന്റെ തീ പടരട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓരാത്മാവിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. വചനശക്തിയായി വരണമേ. സകലശക്തിയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. യേശുവിനെ പ്രതി, വചനത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി സഹിക്കുവാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹിക്കുവാനുള്ള കൃപ തരണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹൃദയം തുറന്ന്, അധരം തുറന്ന് സ്നേഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ, വരണമേ. ആയിരങ്ങളിൽ, പതിനായിരങ്ങളിൽ ദൈവവചനത്തിന്റെ മുദ്രയായി പെയ്തിറങ്ങണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, സഭയെ നവീകരിക്കണമേ. എല്ലാ ജനപദങ്ങളെയും പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇവാഞ്ചലൈസ് ചെയ്യണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, വചനത്തിന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസ പിതാവേ, തിരുസഭയുടെ പാലക പിതാവിന്റെ മാധ്യസ്ഥ ഞങ്ങൾക്ക് തരണമേ. സകല വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ആനുകാലിക സംഭവങ്ങളിലൂടെ, ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളിലൂടെ സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മീയ ഒരുക്കമുള്ളവരായി മാറണം. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ എന്താണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, സകല ശക്തിയുടെ ആത്മാവിൽ നിറഞ്ഞവരാകുക. സകല ശക്തിയുടെ ആത്മാവിൽ നിറഞ്ഞവരാകുക. നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കൊടിയ സഹനങ്ങളും വേദനകളും ദുരിതങ്ങളും നിറഞ്ഞൊരു കാലമാണ്. ഭൗതികമായി നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങളെക്കുറിച്ചോ സഹനങ്ങളെക്കുറിച്ചോ അല്ല
ഇവിടെ പങ്കുവെക്കാനായി ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുവിനെ പ്രതി, ദൈവവചനത്തെ പ്രതി, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന സത്യവിശ്വാസത്തെ പ്രതി നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, അത് ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. എത്രയോ രാജ്യങ്ങളിൽ നമ്മുടെ ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾ വിശ്വാസത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി രക്തസാക്ഷികളാകുന്നു. ഓരോ ദിവസവും നൂറുകണക്കിന് നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ക്ലേശപൂർണമായ ഒത്തിരിയേറെ സഹനങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈശോയെ സ്നേഹിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്ന, സത്യവിശ്വാസം ജീവിക്കുന്നവർക്ക് ഞെരുക്കങ്ങളുണ്ടാകും, കഷ്ടതകളുണ്ടാകും, കൊടിയ സഹനങ്ങളുണ്ടാകും. എന്നാൽ നമ്മൾ അസ്വസ്ഥരാകേണ്ടതില്ല. കാരണം നമ്മളെ വിളിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ നമ്മുടെ കർത്താവാണ്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇത് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ്. കർത്താവ് ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അവനാണ് നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 36-ാം തിരുവചനം. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? 3 കാര്യങ്ങൾ. 1, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി. 2, അവിടുത്തെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ. 3-ാമത് എന്താണ്? നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ദൈവേഷ്ടം നിറവേറ്റി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കുവാനായി നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് സഹനങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. പരിശുദ്ധ വചനം പറയുകയാണ്, ഇവിടെ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ, ഈ ഒരു കാലയളവിന്റെ പ്രത്യേകത എന്താ സഹോദരങ്ങളെ? ഈറ്റുനോവിന്റെ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സംഭവിക്കുന്ന വലിയൊരു പ്രതിഭാസമാണ് വേദനകളുടെ ആരംഭം. കർത്താവ് പല അടയാളങ്ങളും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് മത്തായിയുടെ സുവിശേഷം 24:8 യേശു പറഞ്ഞു, ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച്, ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. വേദനകളുടെ കാലം, ഈറ്റുനോവിന്റെ സമയം. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു സമയത്തിൽ ദൈവേഷ്ടം നിറവേറ്റി ആരെല്ലാം ജീവിക്കുന്നുവോ, കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ആരൊക്കെ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്നുവോ, അവർക്ക് സഹനങ്ങളുണ്ട്. പക്ഷെ ഈ സഹനങ്ങളെ ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട. സഹനങ്ങൾ നമ്മൾ അസ്വസ്ഥരാകേണ്ട, നഷ്ടധൈര്യമാകരുത്. കാരണം ഈ സഹനങ്ങളിലൂടെയാണ് അനേകം ആത്മാക്കളെ കർത്താവ് രക്ഷിക്കുന്നതും നമ്മുടെ ആത്മാവിനെ കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതും. ഈ സഹനങ്ങൾ എന്തിനാ കർത്താവ് അനുവദിക്കുന്നു? 1, ആത്മരക്ഷയ്ക്ക്. 2, ആത്മാക്കളെ രക്ഷയ്ക്കാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അവസാന നാളുകളിൽ, ഏതാണ് ഈ അവസാന നാളുകൾ? നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പീഡാസഹനങ്ങൾ, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അതിനുശേഷമുള്ള പരിശുദ്ധാത്മാവിന്റെ ആഗമനം, ഇതിനെ തുടർന്ന് അവസാന നാളുകൾ ആരംഭിച്ചു കഴിയും. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം അവസാന നാളുകളുടെ അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്.
എല്ലാവരും ശ്രദ്ധിക്കണമേ. അവസാന നാളുകളുടെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാന നാളുകളിൽ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക്, യേശുവിന് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക്, ദൈവവചനത്തെ കാക്കുന്നവർക്ക്, സത്യവിശ്വാസം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് ക്ലേശപൂർണമായ സമയങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഇത് പൗലോസ്ലീഹായിലൂടെ ആത്മാവ് തരുന്ന പ്രവചന സന്ദേശമാണ്. തന്റെ സഭയ്ക്ക് വേണ്ടി, തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി, തന്റെ കുടുംബങ്ങൾക്കായി, തന്റെ സമർപ്പിത സന്യസ്തർക്കായി, തന്റെ യുവമക്കൾക്കായി സ്വർഗം തരുന്ന പ്രവചനമാണത്. ക്ലേശപൂർണമായ സമയങ്ങൾ വരും. എല്ലാവരും ശ്രദ്ധിച്ചു പറഞ്ഞേ, ക്ലേശപൂർണമായ സമയങ്ങൾ വരും. എപ്പോഴാണ്? അവസാന നാളുകളിൽ. ഈ ക്ലേശപൂർണമായ സമയം എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ബാഹ്യമായ അല്ലെങ്കിൽ ഭൗതികമായ ചില നഷ്ടങ്ങളോ കോട്ടങ്ങളോ മാത്രമല്ല സഹോദരങ്ങളെ. ഈ ക്ലേശങ്ങള് ദൈവവചനത്തെ പ്രതിയാണ് വരുന്നത്. വചനത്തെ പ്രതി ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം. ആരെല്ലാം ദൈവവചനത്തെ സ്നേഹിക്കുന്നവോ, വചനത്തെ വില കൊടുത്ത് കാക്കുന്നവോ, ദൈവവചനത്തിൽ ജീവിക്കുന്നവോ, വചനത്തെ അനുസരിക്കുന്നവോ, അവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാകും. ഒരു സംശയവുമില്ല. ലോകം അവരെ ഞെരുക്കും. ഈ ദുഷിച്ച തലമുറയിൽ അവർക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. മാനസിക പീഡകൾ, ശാരീരിക പീഡകൾ ഉണ്ടാകും. അത് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24:9 കർത്താവ് പറഞ്ഞു, എന്റെ നാമം നിമിത്തം അവർ നിങ്ങളെ പീഡിപ്പിക്കും. കർത്താവിന്റെ നാമത്തെ സ്നേഹിക്കുമ്പോൾ, ആ നാമത്തെ മുറുകെ പിടിക്കുമ്പോൾ, ആ നാമത്തെ നമ്മൾ ധീരതയോടെ ഉയർത്തുമ്പോൾ അവരെല്ലാം പീഡിപ്പിക്കപ്പെടുന്നൊരു സമയം. അവർ നിങ്ങളെ ചിലരെ വധിക്കും. കർത്താവ് യേശുവിനെ പ്രതി, കർത്താവിന്റെ സത്യവചനത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി പലരും വധിക്കപ്പെടുന്നു, രക്തസാക്ഷികളാകുന്നു. മൂന്നാമത് എന്താ കർത്താവ് പറഞ്ഞ വചനത്തിൽ? എന്റെ നാമനിമിത്തം സർവ മനുഷ്യരും നിങ്ങളെ ദ്വേഷിക്കും, നിങ്ങളെ വെറുക്കും. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ലോകവ്യാപകമായി ഒരു ക്രൈസ്തവ വിരുദ്ധതയുടെ തരംഗം നമ്മൾ കാണുന്നു. ഏതാനും ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഏതാനും ഒരു ദേശത്തോ ഒരു രാജ്യത്തോ മാത്രമല്ല, ലോകവ്യാപകമായി സാർവത്രികമായി ക്രൈസ്തവ വിരുദ്ധത ഇന്ന് ലോകം മുഴുവൻ ആഞ്ഞടിക്കുകയാണ്. കർത്താവായ യേശുവിനെ തള്ളിക്കളയുന്ന, കർത്താവിന്റെ വചനങ്ങളെ അവഗണിച്ച് കളയുന്ന, കർത്താവിനെ ഇവിടെ നിന്നും, കർത്താവിനെ എല്ലാ ഇടങ്ങളിൽ നിന്നും മാറ്റിക്കളയുന്ന ചില സംവിധാനങ്ങളും സംഘടിതമായ ശ്രമങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ, മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു സമയത്ത് കർത്താവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആത്മാക്കൾക്ക് സഹനങ്ങൾ ഉണ്ടാകും. ഈ സഹനങ്ങൾ വെറുതെയല്ല, ഇത് ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി സ്വർഗം മാറ്റുകയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 24:22 ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഉഗ്രമായ പീഡനം അന്നുണ്ടാകും. ഉഗ്രമായ പീഡനം. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിനങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആരും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്ന് ചിന്തിച്ചു നോക്കിയേ. ഉഗ്രമായ പീഡനം, ഇതുവരെ സംഭവിക്കാത്ത ഉഗ്രമായ പീഡനം. ഇത് ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ ഇതെല്ലാം സംഭവിക്കും. ലോകം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സഹോദരങ്ങളെ. അപ്പൊ നമ്മൾ ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി സഹനശക്തിയുടെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നവരായി ദൈവജനം മാറ്റപ്പെടണം. നമ്മൾ വെറും ഭൗതികതയ്ക്ക് വേണ്ടി, നമ്മുടെ മാനുഷികമായ നേട്ടങ്ങൾക്കും നന്മകൾക്കും വേണ്ടി, ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും ഉപവസിക്കുന്നവരുമായി നമ്മൾ മാറരുത് സഹോദരങ്ങളെ. നമുക്ക് ഭൗതിക നന്മകൾ ആവശ്യമാണ്. എന്നാൽ ഈ കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി ദൈവജനം സഹനശക്തിയുടെ ആത്മാവിന് വേണ്ടി ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾ സഹനശക്തിയുടെ ആത്മാവിൽ നിറയണം. ബഹുമാനപ്പെട്ട വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, കർത്താവിന്റെ യുവജനങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാം സഹനശക്തിയുടെ ആത്മാവിൽ നിറയണം. അത് ഹോളി സ്പിരിറ്റ് ആണ്. ആ ഒരു സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ആ
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, വെളിപാട് 6:9 പറയുന്നുണ്ട്. അവിടെ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്, ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ വിശ്വാസ സാക്ഷ്യത്തെ പ്രതിയും രക്തസാക്ഷിത്വം വരിച്ച രക്തസാക്ഷികൾ ആത്മാക്കളെ സ്വർഗത്തിൽ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഒരു രക്തസാക്ഷിത്വത്തിന്റെ കാലത്തിലേക്കാണ് പോകുന്നത്. ആഫ്രിക്കൻ സഭ പുണ്യ പീഡനത്തിന് നടുവിലാണ്. ആഫ്രിക്കൻ സഭ രക്തസാക്ഷ്യത്തിന്റെ സഭയാകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സാർവത്രിക സഭയിൽ അതിവേഗം വളരുന്ന ക്രിസ്തീയ വിശ്വാസം വളർന്ന് പന്തലിക്കുന്ന ഒരു നല്ല വിളഭൂമിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. ആഫ്രിക്കൻ സഭയാണ് ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സഭ. എന്താ കാരണം? അത് പീഡിത സഭയാണ്, അത് രക്തസാക്ഷിത്വത്തിന്റെ സഭയാണ്. എന്റെ സഹോദരങ്ങളെ, ദൈവവചനത്തെ പ്രതിയും സത്യവിശ്വാസത്തെ പ്രതിയും പീഡനങ്ങൾ ഏൽക്കേണ്ട ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. അതിനെ പ്രതിയുള്ള സഹനങ്ങളുടെ, കൊടിയ ക്ലേശങ്ങളുടെ ഒരു സമയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നമ്മൾ അസ്വസ്ഥരാകാനോ ഭയചകിതരാകാനല്ല. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആത്മീയമായി ഒരുങ്ങുന്നവരാകണം. കാലത്തിന് പ്രത്യേകത തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മ ശക്തിയിലെ ദൈവവചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ കുദാശകളുടെ അനന്ത ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങൾ ബലപ്പെടുത്തുമാറാകണം. നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ദൈവകൃപയിൽ പൂരിതമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വചനത്തെ സ്നേഹിക്കുമ്പോൾ, വചനത്തെ കാക്കുമ്പോൾ, വചനം ജീവിക്കുമ്പോൾ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സഹനങ്ങൾ ഞെരുക്കും. ഈ ലോകം നമ്മൾ ഞെരുക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. പത്രോസ് 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-13 വചനങ്ങളാണ്. നിങ്ങളെ പരിശോധിക്കുവാൻ ചില അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, ചില സഹനങ്ങൾ സംഭവിക്കുമ്പോൾ, അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്, നിങ്ങൾ അസ്വസ്ഥരാകരുത്, ഭയചകിതരാകരുത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, യേശുവിനെ പ്രതി, അവിടുത്തെ വചനത്തെ പ്രതി നിങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവീൻ. അത് രക്ഷാകരമാണെന്ന് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ശ്ലീഹ സഭാ മക്കളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ! എന്റെ സഹോദരി സഹോദരങ്ങളെ, സഹനങ്ങളെ നമ്മൾ ഭയപ്പെടരുത്. കർത്താവായ യേശുവിനെ പ്രതിയുള്ള, ദൈവവചനത്തെ പ്രതിയുള്ള, നമ്മുടെ വിശ്വാസത്തെ പ്രതി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സഹനങ്ങളെ ഓർത്ത്, നഷ്ടങ്ങളെ ഓർത്ത്, ക്ലേശങ്ങളെ ഓർത്ത് നമ്മൾ ആരും ഭയപ്പെടരുത്, നഷ്ടധൈര്യരാകരുത്. ഈ സഹനങ്ങളിലൂടെ വലിയ പ്രവർത്തികൾ ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അവരുടെ കരങ്ങൾ എടുത്തിട്ട് 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച യേശുവേ, ഈശോയേ, ഈശോയേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഓഹോ, സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. കർത്താവായ യേശുവിനെ പ്രതിയും അവിടുത്തെ സത്യവചനത്തെ പ്രതിയും നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ ഓർത്ത് നമ്മൾ ആഹ്ലാദിക്കണം, ആനന്ദിക്കണം, നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. അതിനുള്ള സമയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും, ഒരു കൊച്ചു സഹനം വരുമ്പോഴേക്കും നമ്മളാകെ അസ്വസ്ഥരായി, നമ്മൾ തൊട്ടവാടികളെ പോലെയായി, നമ്മുടെ മനസ്സ് തളർന്നു, നമ്മൾ വിഷാദത്തിലായി, നിരാശയിലായി, നമ്മൾ ദുഃഖത്തിലായി, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു, പ്രാർത്ഥന മങ്ങിപ്പോയി. ഒരിക്കലരുത്. ആ കാലൊക്കെ കഴിഞ്ഞു സഹോദരങ്ങളെ. നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടേണ്ട കാലമാണിത്. ദൈവവചനത്തിൽ നിന്ന് അഭിഷേകം ഏറ്റെടുക്കേണ്ട സമയമാണിത്. പരിശുദ്ധ കുദാശകളിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ തീ നമ്മൾ അനുഭവിക്കേണ്ട സമയമാണിത്. സഹനശക്തിയുടെ ആത്മാവിൽ ജീവിക്കേണ്ട സമയം. നമുക്ക് അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്താ വചനം പറയുന്നത്. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 9-ാം വചനത്തിലാണ്. ഈ ഒരു കാലത്തിലാണ് പീഡകളുടെ, ഈറ്റുനോവിന്റെ, വേദനകളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ആത്മാവ് നമുക്ക് തരുന്ന വചനം എന്താണ്? ഇവിടെയാണ്
തൻ്റെ വിശുദ്ധർക്ക് സഹന ശക്തിയും യേശുക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസവും വേണ്ടത്. ആരാണ് വിശുദ്ധര്? അത് സഭാമക്കളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. സഭ പേര് ചൊല്ലി വിളിച്ച വിശുദ്ധാത്മാക്കളെ കുറിച്ചല്ല പറയുന്നത്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ സ്വന്തം ജനം, അതാണ് കർത്താവിന്റെ സഭ. അത് സഭാമക്കളാണ്, ദൈവജനമാണ്. ഇവിടെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് സഹന ശക്തിയും ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസവും വേണ്ടത്. രണ്ട് കാര്യം ആത്മാ പറയുന്നു. ഒന്ന് സഹന ശക്തി, രണ്ട് ദൃഢമായ വിശ്വാസം, ഇളക്കം തട്ടാത്ത വിശ്വാസം, ആഴത്തിലുള്ള വിശ്വാസം. ഇത് സ്വന്തമാക്കാൻ പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ, നമ്മുടെ സമൂഹങ്ങളെ സഹനശക്തിയുടെ ആത്മാവിൽ നിറയപ്പെട്ട് ജീവിക്കുവാൻ കർത്താവായ യേശുവിലും യേശുവിൻ്റെ സഭയിലും സഭയുടെ സത്യപ്രബോധനങ്ങളിലും പരിശുദ്ധ സഭയുടെ വിശ്വാസ സത്യങ്ങളിലും ആഴപ്പെട്ട് വിശ്വസിച്ച് അടിയുറച്ച് മരിക്കേണ്ടി വന്നാലും, രക്തം ചിന്തേണ്ടി വന്നാലും, എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും, സഹിക്കേണ്ടി വന്നാലും വിശ്വാസം വിട്ടുപേക്ഷിക്കാതെ വിശ്വാസം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ധീര സാക്ഷികളായി നമുക്ക് മാറുവാൻ നമ്മൾ അതിനായി കാലഘട്ടത്തിൽ ഒരുക്കണം സഹോദരങ്ങളെ. അതിനായി നമ്മുടെ സമൂഹങ്ങൾ ഒരുക്കണം, അതിനായി നമ്മുടെ സഭയെ ഒരുക്കണം, നമ്മുടെ കുടുംബങ്ങൾ ഒരുക്കണം, കുഞ്ഞുങ്ങൾ ഒരുക്കണം, യുവജനങ്ങൾ ഒരുക്കണം. ഈ ഒരു ദൗത്യം നമ്മൾ ഈ സമയം കർത്താവിൽ നിന്ന് സ്വീകരിക്കുക. സ്വർഗം തരുന്ന ഈ ഒരു മിഷൻ കോളിനോട് യെസ് പറഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ